അല്പസമയം നമുക്ക് കർത്താവിൻ്റെ വലിയൊരു ഇടപെടലിന് വേണ്ടി ആഗ്രഹിച്ച് ലോകത്തെമ്പാടുമുള്ള എല്ലാ മനുഷ്യരെയും സമർപ്പിച്ച് എല്ലാവരുടെയും ജീവിതത്തിലെ കഷ്ടതകളിലും ക്ലേശങ്ങളിലും സഹനങ്ങളിലുമെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലുണ്ടാവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ സമയത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടി ആരാധിക്കാം. ജീവനേകം ആത്മാവേ പുതുജീവിതമേകം ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നിയയ്ക്കണമേ. ജീവനേകം ആത്മാവേ പുതുജീവിതമേകം ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നിയയ്ക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പഴരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. എല്ലാവരും ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ അതിനെ തുറന്നെല്ല മക്കളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് സ്ത്രീയന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. സ്ത്രീയന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിൻ്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. വചനത്തിൻ്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ എന്നിൽ നീ കത്തിപ്പഴരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പഴരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ പുതുജീവിതമേകം ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകം ആത്മാവേ പുതുജീവിതമേകം ആത്മാവേ തീയായി മാറാൻ എന്നിൽ
അഗ്നിക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. ആത്മാവേ 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 ആത്മാവേ. ഹല്ലേ 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 ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേ 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 ഹല്ലേലൂയ. ഹല്ലേ 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 ഹല്ലേലൂയ. ജോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. പാടാമോ? ജോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പഴമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പഴമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പഴമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പഴമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ഹല്ലേ 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 ഹല്ലേലൂയ. ഹല്ലേ 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 ഹല്ലേലൂയ. ഹല്ലേ 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 ഹല്ലേലൂയ. ഹല്ലേ 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 ഹല്ലേലൂയ.
എല്ലാ മക്കളും അതിനെ തുറന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഈ കൂട്ടായ്മയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഓ പരിശുദ്ധാത്മാവേ, അവിടുത്തെ അനന്തമായ സാന്നിധ്യം ഇപ്പോൾ വീശണമേ. ജീവനില്ലാത്ത ജീവിതങ്ങളുടെ മേൽ, നാശത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ, സഹനങ്ങളിലും പ്രയാസങ്ങളിലും ഞെരുക്കങ്ങളിലും വഴിയറിയാതെ വിഷമിക്കുന്ന മക്കളുടെ മേൽ, കുടുംബങ്ങളുടെ മേലെല്ലാം ഓ പരിശുദ്ധാത്മാവേ അങ്ങ് വന്ന് ആവസിക്കണമേ. ജീവനില്ലാത്ത എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, ശൂന്യത നിറയുന്ന ഈ ജീവിതത്തിൻ്റെ മേൽ അങ്ങ് വീശണമേ, അങ്ങ് വീശണമേ. ജീവൻ നൽകണമേ, ശക്തി തരണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ശൂന്യത നിറയും മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. പാവനാത്മാവേ, ഓ പാവനാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ, പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീയിടുക. വീണ്ടും ശക്തിയേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ശക്തി നൽകുക, വീണ്ടും ശക്തി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. പരിശുദ്ധാത്മാവേ, ഈ മണിക്കൂറിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആത്മാവ് ഞങ്ങളിൽ ശക്തിയായി നിറയണമേ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമായ ഇരുമന വാളിനേക്കാൾ മൂർച്ചയേറിയ അവിടുത്തെ വചനം ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ സഹായിക്കണമേ. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാനായി ലിദിയായുടെ ഹൃദയം തുറന്നുകൊടുത്ത കർത്താവേ, വചനം ഗ്രഹിക്കാനായി അപ്പസ്തോലന്മാരുടെ മനസ്സിനെ തുറന്നുകൊടുത്ത കർത്താവേ, ഈ സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ഹൃദയങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ശാന്തമായിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കാം. ഇന്ന് ഈ ദൈവശബ്ദം കൺവെൻഷന് കർത്താവ് നമുക്ക് പങ്കുവെക്കാനായി തരുന്ന വചനം ക്രിസ്തീയ ജീവിതത്തിൽ സഹനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ചെറുതും വലുതുമായ അനേകം സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാണ് നമ്മളെല്ലാവരും. നമ്മുടെ ജീവിതത്തെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ പലപ്പോഴും ഞെരുക്കുന്നുണ്ട്. ഈ സഹനങ്ങളെ വിശ്വാസി എങ്ങനെയാണ് കാണേണ്ടത്? സഹനം ഒരു ശാപമാണെന്നോ ശിക്ഷയാണെന്നോ പലതരത്തിൽ ദൈവകോപത്തിൻ്റെ അടയാളങ്ങളാണെന്നോ ഒക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന സാഹചര്യങ്ങളിൽ സഹനത്തെ ക്രിസ്തീയമായ കണ്ണുകളോടുകൂടി കാണുക അതെങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഗൗരവമായ ഒരു വചന പഠനത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിലാണെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ബൈബിളും നോട്ട്ബുക്കും പേനയുമായിരുന്ന് പറയുന്ന ഓരോ വചനങ്ങളും, വായിക്കുന്ന ഓരോ വചനങ്ങളും നിങ്ങൾ എഴുതിയെടുത്ത് വായിച്ച് കർത്താവിൻ്റെ വചനം എങ്ങനെയാണ് സഹനം എന്ന ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ അത് ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതരം തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ കൺവെൻഷന്റെ 3-ാമത്തെ ദിവസം സഹനത്തെക്കുറിച്ച് ആമുഖമായി 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്നാമത്തേത്, ദൈവവചനത്തിന്റെ കാഴ്ചപ്പാടിൽ സഹനം ഒരു ശാപമല്ല, അനുഗ്രഹമാണ്. ഇതാണ് കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ സംഗതി. ഇതിനാധാരമായിട്ട് നമുക്ക് എടുക്കാവുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. 29-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം ഈ 1-ാം അധ്യായം 27 മുതൽ 29 വരെ. ഞാൻ 27 മുതൽ വായിക്കാം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടാലും നിങ്ങളിൽ നിന്ന് ദൂരസ്ഥനായിരുന്നാലും നിങ്ങൾ ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടെ ഉറച്ചു നിന്ന് സുവിശേഷത്തിലുള്ള വിശ്വാസത്തിനു വേണ്ടി പോരാടുന്നുവെന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ തക്ക വിധം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണമെന്ന് മാത്രം. നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത്. അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും. 28-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട. അത് പിശാചിൽ നിന്നാണെങ്കിലും മനുഷ്യനിൽ നിന്നാണെങ്കിലും നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത്. അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും. ഇനി 29-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് ഇവിടെ പറയുന്നത്? ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം. Suffering is a blessing. Suffering is not a curse. Suffering is a blessing. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, സഹനത്തെ സംബന്ധിക്കുന്ന ദൈവിക കാഴ്ചപ്പാടിൽ ഒന്നാമത്തെ കാര്യം, സഹനം എന്താണ്? സഹനം ഒരു ശാപമല്ല, അനുഗ്രഹമാണ്. അപ്പോൾ ക്രിസ്തുവിനെ പ്രതി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ക്രിസ്തുവിനെ പ്രതി സഹിക്കാൻ ഒരവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ശാപമല്ല, അതൊരു അംഗീകാരമാണ്, അതൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഒന്നാമത്തേത് അതാണ്. അപ്പം രണ്ടാമതായിട്ട് അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ മനോഹരമായ മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 5 വേഴ്സ് 41. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലന്മാരെ
സെൻഹദ്രീൻ സംഘം യഹൂദന്മാരുടെ പരമോന്നത കോടതിയാണത്. അപ്പൊ യഹൂദ കോടതി അപ്പസ്തോലന്മാരെ പത്രോസിനെയും യോഹന്നാനെയും ഈ സംഘത്തിന്റെ മുമ്പിലേക്ക്, വിചാരണ കോടതിക്ക് മുമ്പിലേക്ക് വിളിച്ചിട്ട് മേലാൽ യേശുവിന്റെ നാമത്തിൽ ഒരക്ഷരം പോലും സംസാരിച്ചു പോകരുത് എന്ന് പറഞ്ഞ് ശാസിച്ചു. എന്നിട്ട് അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചു. അടിച്ചിട്ടാണ് പറയുന്നത്. അപ്പസ്തോലനായ പത്രോസിനെയും യോഹന്നാനെയും അകത്ത് വിളിച്ച് നന്നായി പ്രഹരിച്ചിട്ട് അവർ പറഞ്ഞു, മേലാൽ യേശുവിന്റെ നാമത്തിൽ ഒരക്ഷരം പോലും സംസാരിച്ചു പോകരുത്. അടുത്ത വാക്യം എങ്ങനെയാണെന്നറിയാമോ? യേശുവിന്റെ നാമത്തിൽ സംസാരിച്ച് പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവരാകട്ടെ, 41, അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അവരാകട്ടെ ക്രിസ്തുവിന്റെ നാമത്തിൽ അപമാനം സഹിക്കാൻ യോഗ്യത കിട്ടിയതിനെ ഓർത്ത് എന്ത് ചെയ്തു? യോഗ്യത കിട്ടിയതോർത്ത് ദൈവത്തെ, അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അവൻ രണ്ടാമത്തെ കാര്യം എന്താണ്? സഹിക്കാൻ കിട്ടുന്നത് യോഗ്യതയാണ്. യോഗ്യതയാണ് എന്ന് പറഞ്ഞാൽ യോഗ്യതയുള്ളവരെ മാത്രമേ അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതായത് ഇപ്പോൾ മെത്രാനാവാൻ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് പോലെ, മാർപ്പാപ്പയാകാൻ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് പോലെ, പ്രധാനമന്ത്രി ആവാൻ തിരഞ്ഞെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ ദൈവം ഏറ്റവും എലിജിബിളായി, യോഗ്യതയുള്ളവരായി കാണുന്നവരെ മാത്രം തിരഞ്ഞെടുക്കുന്നതാണ് സഹിക്കാൻ വേണ്ടി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് ഇത് ശാപമല്ല, മറിച്ച് യോഗ്യതയുള്ളവരെ മാത്രം ദൈവം പ്രത്യേകം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലമായി ദൈവം സെലക്ട് ചെയ്യുന്നതാണ് എന്നാണ് രണ്ടാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇനി മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മനോഹരമായ മറ്റൊരു സൂചന സഹനത്തെക്കുറിച്ച് കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും അവഹേളിക്കുകയും, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. മൂന്നാമത്തേത്, ഇതൊരു ഭാഗ്യമാണ്. ഈശോ പറയാണ്, എന്നെ പ്രതി നിങ്ങൾ അവഹേളിക്കപ്പെടുമ്പോൾ, മനുഷ്യർ എന്നെ പ്രതി നിങ്ങളെ അവഹേളിക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ, എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ആരുടെ പ്രതിഫലം? ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കുന്നവരുടെ, ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി പീഡനം സഹിക്കുന്നവരുടെ, വ്യാജമായ കുറ്റാരോപണങ്ങൾ നേരിടുന്നവരുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമതായിട്ട് ദൈവത്തിന്റെ വചനം സഹനത്തെക്കുറിച്ച് പറയുന്നത് ഇതൊരു ഭാഗ്യമാണ്. എന്ത് ഭാഗ്യം? ആനന്ദിച്ച് ആഹ്ലാദിക്കേണ്ട ഒരു മഹാഭാഗ്യമാണത്. അപ്പോൾ മൂന്നാമതായിട്ട് ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നത് ഇതെന്താണ്? ഇത് ഭാഗ്യമാണ്. അപ്പൊ കർത്താവിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ എന്റെ നാമത്തെ പ്രതി നിങ്ങളെ ആരെങ്കിലും നിന്ദിക്കുകയോ അവഹേളിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണത്? ഭാഗ്യമാണ്. എന്ത് ചെയ്യണം അപ്പോൾ? അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അയ്യോ, എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, എന്നെക്കുറിച്ച് അപമാനം പറഞ്ഞല്ലോ, എന്നെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞല്ലോ, എന്നെ സോഷ്യൽ മീഡിയയിൽ അവഹേളിച്ചല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കഥ കടച്ച് കുറ്റിയിട്ടിട്ട് തുള്ളിച്ചാടണം. എന്തിനാണ് തുള്ളിച്ചാടേണ്ടത്? നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ഒന്നാമതായി നിങ്ങളോട് പറയാനുള്ളത്, സഹിക്കുക എന്നുള്ളത് ഒരു ശാപമല്ല. ക്രിസ്തീയ ജീവിതത്തിൽ സഹനം എന്ന് പറയുന്നത് ഒരു കേഴ്സ് അല്ല, മറിച്ച് എന്താണ്? അതൊരു ബ്ലെസ്സിങ് ആണ്. നമ്മൾ 3 കാര്യങ്ങളാണ് കണ്ടത്. ഒന്നാമത്തേത് അതൊരു അനുഗ്രഹമാണ്, രണ്ടാമത്തേത് അതെന്താണ്? അതൊരു ഭാഗ്യമാണ്, മൂന്നാമത്തേത് അതൊരു യോഗ്യതയാണ്. 3 വാക്കുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് അനുഗ്രഹം, രണ്ടാമത്തേത്
ഭാഗ്യം, മൂന്നാമത്തേത് യോഗ്യത. അപ്പോൾ അതുകൊണ്ട് ഈ കാഴ്ചപ്പാട് ആമുഖമായിട്ട് ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക. ക്രിസ്തീയ ജീവിതത്തിൽ സഹനം എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ചോദ്യം വരുന്നു, എന്തുകൊണ്ടാണ് ഈ സഹനത്തെ എല്ലാവരും സഹനത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോൾ, എല്ലാവരും സഹനം വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് സഹനം ഒരു ഭാഗ്യമാണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണത്? അതിന് നമ്മൾ അടിസ്ഥാനപരമായ ചില വേദ ഉപദേശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു ക്രിസ്തീയ വിശ്വാസി, പ്രത്യേകിച്ച് ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ചില അടിസ്ഥാന തത്വങ്ങൾ ഇവിടെ പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കാനായി ഞാൻ നിങ്ങളെ റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം നിങ്ങൾ ബൈബിൾ വേഗം എടുത്ത് നിങ്ങളുടെ ആയിരിക്കുന്ന സ്ഥലത്ത് ബൈബിൾ പെട്ടെന്ന് എടുത്തിട്ട് റോമാലേഖനം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ഉച്ചത്തിൽ നിങ്ങളുടെ വീടുകളിലായിരുന്ന് ഉച്ചത്തിൽ വായിക്കണം. റോമാലേഖനം 5-ാം അധ്യായം 1 മുതൽ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമായി സമാധാനത്തിൽ ആയിരിക്കാം. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. അടുത്ത വാക്യം, നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. എന്നിട്ട് 3-ാമത്തെ വാക്യം പറയുകയാണ്, മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ഇവിടെ ഒരു അല്പസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ച് അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇവിടെ ആദ്യം ഈ വചനത്തിന്റെ അർത്ഥം? എന്താണ് ഇവിടെ കർത്താവിന്റെ വചനം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ നീതീകരിക്കപ്പെട്ടു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അതെന്താണെന്ന് ഞാൻ അല്പസമയം കഴിയുമ്പോൾ പറയാം. അങ്ങനെ നീതീകരിക്കപ്പെട്ട നാം ഇപ്പോൾ ദൈവവുമായി സമാധാനത്തിലായിരിക്കുകയാണ്. എന്നാൽ ആ നീതീകരണം പൂർത്തിയായിട്ടില്ല. ആ നീതീകരണം പൂർത്തിയാവുന്നത് എപ്പോഴാണ്? അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവമഹത്വത്തിൽ പങ്കുചേരുമ്പോഴാണ്. പൂർണ്ണമായും കർത്താവിന്റെ മഹത്വത്തിൽ പങ്കുചേരാനുള്ള പരിശുദ്ധിയും യോഗ്യതയും ലഭിച്ചു കഴിയുമ്പോഴാണ് ഈ നീതീകരണ പ്രക്രിയ പൂർത്തിയാവുന്നത്. അപ്പോൾ നീതീകരണം അവസാനിക്കുന്നത് മഹത്വീകരണത്തിലാണ്. ജസ്റ്റിഫിക്കേഷൻ അവസാനിക്കുന്നത് ഗ്ലോറിഫിക്കേഷനിലാണ്. അതാണ് ഈ 2-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു. എന്താണ്? വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത് പൗലോസ് പറയുകയാണ്, എന്നാൽ ഈ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമ്മുടെ നീതീകരണം പൂർത്തിയായിട്ടില്ല. മറിച്ച് ഈ നീതീകരണം പൂർത്തിയാവുന്ന എപ്പോഴാണ്? ദൈവമഹത്വത്തിൽ നമ്മൾ പങ്കുചേരുമ്പോഴാണ്. അപ്പോൾ ആ പ്രത്യാശയിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണ്. ആ പ്രത്യാശയോടെ, മഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയോടെ ജീവിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ആ മഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ മാത്രമല്ല ഞാൻ അഭിമാനിക്കുന്നത്, ഞാൻ നമ്മുടെ കഷ്ടതകളിലും അഭിമാനിക്കും. കഷ്ടതകളിൽ ആരെങ്കിലും അഭിമാനിക്കാറുണ്ടോ? കഷ്ടതകളെ കുറിച്ച് എല്ലാവരും സങ്കടം പറയാറാണുള്ളത്. പൗലോസ് പറയാണ്, പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ കഷ്ടതകളിൽ ഞാൻ നല്ല അഭിമാനത്തോടെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കണം, പൗലോസ്ലിഹായെ എന്താണ് അങ്ങ് കഷ്ടതകളിൽ അഭിമാനത്തോടെ നിൽക്കുന്നത്? അപ്പൊ ഉടനെ അദ്ദേഹം പറയും, കാരണം കഷ്ടത സഹനശീലം തരും, സഹനശീലം ആത്മധൈര്യം തരും, ആത്മധൈര്യം പ്രത്യാശ തരും. കഷ്ടത എന്ത് തരും? സഹനശീലം. സഹനശീലം എന്ത് തരും? ആത്മധൈര്യം. ആത്മധൈര്യം എന്ത് തരും? പ്രത്യാശ. അപ്പൊ കഷ്ടത 1, സഹനശീലം 2, ആത്മധൈര്യം 3, പ്രത്യാശ 4. ദൈവമഹത്വത്തിൽ പങ്കുചേരുമെന്ന പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ പ്രത്യാശ നമ്മളിൽ വർദ്ധിപ്പിക്കുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞത്. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയോടെ ഒരു ക്രിസ്ത്യാനി ജീവിക്കുമ്പോൾ ആ പ്രത്യാശയിൽ പങ്കുചേരാനുള്ള വഴിയാണ് ഈ പറഞ്ഞു തരുന്നത്. കഷ്ടത, സഹനശീലം, ആത്മധൈര്യം, പ്രത്യാശ. ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്. കഷ്ടത വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വരുന്ന സഹനങ്ങൾ, ഈ സഹനങ്ങൾ ഒരു വ്യക്തിക്ക് എന്ത് തരും? സഹനശീലം തരും. എന്താണ് സഹനശീലം? സഹനശീലം എന്ന് പറഞ്ഞാൽ സഹിക്കാനുള്ള ശക്തി എന്നതിനേക്കാൾ സഹനത്തെ ദൈവം കാണുന്ന വിധത്തിൽ എടുക്കാനുള്ള കഴിവിന്റെ പേരാണ് സഹനശീലം.
സഹനശീലം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സഹനം വരുമ്പോൾ മരിച്ചു പോകാതിരിക്കാനുള്ള ശക്തിയല്ല, മറിച്ച് ഒരു സഹനത്തെ കർത്താവിൻ്റെ കണ്ണിലൂടെ കാണാനുള്ള കഴിവാണ് സഹനശീലം. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്താണ്? അതായത് നമ്മുടെ കുറച്ച് പണം ആരെങ്കിലും അപഹരിച്ചു എന്ന് കരുതുക. നമ്മുടെ കുറച്ച് പണം, ഇപ്പം നിന്റെ കുറച്ച് പണം എടുത്തുകൊണ്ട് പോയി. നിന്റെ ഒരു 10 ലക്ഷം രൂപ ഒരാൾ അപഹരിച്ചു. വേദന ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. വലിയ വേദന ഉണ്ടാകും. കാരണം നമ്മൾ ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നൊരു സമയത്ത് നമ്മുടെ 10 ലക്ഷം രൂപ അപഹരിച്ചിരിക്കുകയാണ്. അങ്ങനെ അപഹരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഇത് സഹനമാണല്ലോ, ഇതൊരു കഷ്ടതയാണ്. ഈ കഷ്ടതയിൽ പണ അപഹരണം, ധനാപഹരണം സംഭവിച്ചൊരു വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മാനസിക ഭാവങ്ങൾ എന്താണ്? നിരാശ, സങ്കടം, പ്രയാസം, പരാതി, കുറ്റപ്പെടുത്തല്, വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ. എൻ്റെ ദൈവം എന്തുകൊണ്ടാണ് ഇതെനിക്ക് അനുവദിച്ചത്? കർത്താവേ, നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. ഇങ്ങനെ അനേക കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്കൊരു സാമ്പത്തിക തകർച്ചയോ, ആരെങ്കിലും നിങ്ങളെ പറ്റിക്കുകയോ, ആരെങ്കിലും നിങ്ങൾക്ക് പണം വാങ്ങിച്ചിട്ട് തിരിച്ചു തരാതിരിക്കുകയോ, എന്തെങ്കിലും ആവട്ടെ, ധനത്തിന്റെ അപഹരണം സംഭവിച്ചു. അപ്പോ ഇതൊരു ക്രിസ്ത്യാനി, യഥാർത്ഥത്തിൽ വചനത്തിൽ ആഴപ്പെട്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ് ഈ പണത്തിന്റെ അപഹരണം സംഭവിച്ച വ്യക്തിയെങ്കിൽ എന്താണ് സഹനശീലം? സഹനത്തെ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ കാണാനുള്ള കഴിവാണ് സഹനശീലം. ഇതിനെ എങ്ങനെ കാണും? ഈ പണം പോയതിനെ എങ്ങനെ കാണും? നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ കണ്ണിലൂടെ ഈ സഹനത്തെ കാണാം. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല. കാരണം എന്ന് രാവിലെ നിങ്ങൾ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എന്നാലും എൻ്റെ പൈസ പോയല്ലോ എന്ന് ചിന്തിക്കും. ഇതിനെ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാത്തതുപോലെ എടുക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് സഹനശീലം വേണം. സഹനശീലം എന്താണ്? ദൈവം ഈ സംഭവത്തെ എങ്ങനെ കാണും, ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റണം. ഞാനതിന് ഒരു വാക്യം വായിക്കാം. എബ്രായ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായം 34-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 10:32 മുതൽ വായിക്കാം. എബ്രായർ 10:32 മുതൽ വായിക്കാം. നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോട് കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുവിൻ. ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ ഇവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തു. 33. ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും ആക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ ഇവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തു. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു. അടുത്ത വാക്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. 10:34. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു. അടുത്ത വാക്യം എന്താണ്? ധനത്തിന്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. പണം ആരെങ്കിലും അടിച്ചെടുത്തത് സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എങ്ങനെയാണ് സഹിച്ചത്? എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇത്? ഇപ്പൊ നിന്റെ പണം 10 ലക്ഷം രൂപ ഒരാൾ അടിച്ചോണ്ട് പോയാൽ എങ്ങനെ നിനക്ക് സഹനശീലത്തിൽ സമാധാനത്തോടായിരിക്കാൻ പറ്റും? നീ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ 10 ലക്ഷം പോയാലും ഒരിക്കലും നശിക്കാത്തൊരു ധനം എൻ്റെ കർത്താവിലൂടെ എനിക്ക് കിട്ടിയ രക്ഷയുടെയും നിത്യജീവന്റെയും ഉറപ്പ്, ഒരിക്കലും നശിക്കാത്ത ഒരു ധനം എനിക്കുണ്ട്. ഇത് പോയാലെന്ത്, പോയില്ലെങ്കിൽ എന്ത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇത് പണം പോയ ഒരാള്, ഒരു വ്യക്തി, വചനത്തിൽ ആഴപ്പെട്ട ഒരു വ്യക്തി, ധനാപഹരണം ആ വ്യക്തിക്ക് സംഭവിക്കാം. വചനത്തിൽ ആഴമില്ലാത്തൊരു വ്യക്തിക്ക് സംഭവിക്കാം. വചനത്തിൽ ആഴമില്ലാത്തൊരു വ്യക്തി ജീവിതകാലം മുഴുവൻ ആ പണം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിലപിച്ച് പിന്നീട് നിരാശയിലേക്ക്, ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ സഹനശീലമുള്ളൊരു വ്യക്തി എന്ത് ചെയ്യുന്നു? ഈ ധനം നഷ്ടപ്പെട്ടത് എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇത് അനുവദിച്ചത് ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ധനം എനിക്കുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഇതിന് അനേക സന്ദർഭങ്ങൾ. ഞാൻ മറ്റൊരു അനുഭവം പറയാം. ഒരിക്കല് ഒരു മനുഷ്യൻ എന്നെ തല്ലാൻ വന്നു. നടന്ന സംഭവമാണ്. അപ്പോൾ അന്ന് ഞാൻ പരിശുദ്ധ കുർബാനയുമായിട്ട് തിരുവനന്തപുരം നഗരം പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യ പ്രദക്ഷിണം തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്താനായിട്ട് തീരുമാനിച്ചിരുന്ന ദിവസമാണ്. അപ്പൊ ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് പോകാനായിട്ട് തീരുമാനിച്ചിരുന്ന് തിരുവനന്തപുരത്തെ ജീസസ് യൂത്തിലെ ചില അംഗങ്ങളും എല്ലാം കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് തിരുവനന്തപുരത്തെ ഒരു സ്ഥലത്ത് ദിവ്യകാരുണ്യ പ്രദക്ഷിണമുള്ള ദിവസമാണത്.
അപ്പൊ അന്ന് ഞാൻ പരിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ചിറങ്ങുമ്പോൾ ഒരു പ്രത്യേക കാരണത്തിന്റെ പേരിൽ ഒരു മനുഷ്യൻ എന്നെ തല്ലാൻ വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാം. ഒരു ഭക്തൻ എന്ന നിലയിൽ, ഒരു കരിസ്മാറ്റിക്കാരൻ എന്ന നിലയിൽ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. എന്താണ്? ഞാനിതാ പരിശുദ്ധ കുർബാനയും കൊണ്ട് പോകുമ്പോൾ പിശാച് ഇളകിയിരിക്കുകയാണ്. ഇങ്ങനെ എടുത്തൂടെ? അപ്പൊ എനിക്ക് അയ്യോ പിശാച് ഇളകിയല്ലോ എന്നോർത്തൊരു അസ്വസ്ഥത വരും. നിങ്ങളിത് ശരിക്കും മനസ്സിലാക്കണം. അനേകം പേരുടെ ഹൃദയത്തിലെ പല തെറ്റിദ്ധാരണകളും മാറ്റാൻ എൻ്റെ ഈ അനുഭവം സഹായിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇത് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ എന്താണ്, നമ്മളെ ഒരാൾ തല്ലാൻ വരികയാണ്. തല്ലാൻ വരുമ്പോൾ ഈ തല്ലാൻ വരുന്നതിനെ എങ്ങനെ കാണണം? സഹനശീലം. അപ്പൊ എന്നെ തല്ലാൻ വന്നു, ഞാൻ അച്ഛനാണ്, എന്നെ തല്ലാൻ പാടില്ല. വേണമെങ്കിൽ ഒരു വചനം കൂടെ പറയാം, കർത്താവിന്റെ അഭിഷേകത്തിനെ തൊട്ടുപോകരുത്. അത് ഞാനൊന്നൊരു ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. പുതിയ നിയമത്തിൽ മാമോദീസ മുങ്ങിയ എല്ലാവരും അഭിഷിക്തരാണ്. കർത്താവിന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് എന്ന വചനത്തിന്റെ അർത്ഥം അച്ഛന്മാരെ തുടരുതെന്ന് മാത്രമല്ല, മാമോദീസ മുങ്ങിയ ഒരാളെയും തുടരുതെന്നാണ്. അപ്പൊ അതുപോട്ടെ. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഒരു ഗമയ്ക്ക് വേണ്ടി കർത്താവിന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് എന്നുള്ള വചനമൊക്കെ വേണമെങ്കിൽ എടുക്കാം. എടുത്തിട്ട് നീ കർത്താവിന്റെ അഭിഷിക്തനെതിരെ കരമുയർത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിശാച് ഇളകി എന്ന് പറയാം. പക്ഷെ ഞാന് ആ ദിവസങ്ങളില് കർത്താവേ, ഇതെന്തുകൊണ്ടാണ് നീ അനുവദിച്ചത്? എന്തുകൊണ്ടാണ്? ഞാനിങ്ങനെ ആലോചിച്ചും വ്യക്തിപരമായ എൻ്റെ പ്രാർത്ഥനയിലെല്ലാം ദൈവമേ എന്തുകൊണ്ടാണ്? എനിക്ക് ദൈവം ആ ദിവസങ്ങളിൽ അധികം താമസിക്കാതെ തന്നെ എൻ്റെ ഹൃദയത്തിൽ തന്നൊരു ബോധ്യം ഞാൻ പങ്കുവെക്കുകയാണ്. കർത്താവ് പറയുകയാണ്, നീ ക്ഷമയെക്കുറിച്ച് ഒരുപാട് പ്രസംഗിക്കുന്ന ആളാണ്. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് നീ പ്രസംഗിക്കുന്ന ആളാണ്. എന്താണ് ദിവ്യകാരുണ്യം? അടിച്ച അടി മുഴുവൻ കൊണ്ട, തുപ്പിയ തുപ്പല് മുഴുവൻ ഏറ്റ, ആക്ഷേപ ശരങ്ങളും അപവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും മുഴുവൻ സഹിച്ച, തോളിലെടുത്തു വെച്ച കുരിശ് സന്തോഷത്തോടെ ചുമന്ന, കയ്യിലും കാലിലും ആണിയടിക്കുന്ന സമയത്ത് പ്രതികരിക്കാതെയും പ്രതിരോധിക്കാതെയും നിശബ്ദമായിട്ട് അത് സഹിച്ച, ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ശരീരം വരഞ്ഞു കീറാൻ വിട്ടുകൊടുത്ത ഒരു ദൈവപുത്രൻ തൻ്റെ ശരീരം കുരിശിൽ ഒരു ബലിയാക്കി കൊടുത്തിട്ട് ആ ബലിയായ ശരീരം മഹത്വീകരിക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത് ആ ശരീരമാണ് ദിവ്യകാരുണ്യം. എന്താണ് നീ ദിവ്യകാരുണ്യം എന്ന് എടുത്ത് ജനത്തെ ആശീർവദിക്കാൻ പോവാണ്. ഇന്ന് ഈ ദിവ്യകാരുണ്യം എടുത്ത് ജനത്തെ ആശീർവദിക്കുമ്പോൾ എന്താണ് ഈ ദിവ്യകാരുണ്യം? കൊടുത്ത അടി മുഴുവൻ നിശബ്ദമായിട്ട് സഹിച്ച ഒരാള്, വന്ന സഹനം മുഴുവൻ പ്രതിരോധിക്കാതെ സ്വീകരിച്ച ഒരാള് എന്തായി മാറും എന്നതിന്റെ ഉദാഹരണമാണ് ദിവ്യകാരുണ്യം. ഈ അടി മുഴുവൻ സന്തോഷത്തോടെ കൊണ്ടൊരാൾക്ക് ദിവ്യകാരുണ്യമാവാൻ പറ്റും. അടി മുഴുവൻ സന്തോഷത്തോടെ കൊണ്ട യേശുവാണ് ദിവ്യകാരുണ്യമായത്. അപ്പൊ എന്താണ് ഈ ദിവ്യകാരുണ്യം? ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ പിതാവ് അനുവദിച്ചു കൊടുത്ത മുഴുവൻ സഹനങ്ങളെയും ചോദ്യം ചെയ്യാതെ അനുസരിച്ച ദൈവത്തിന്റെ പുത്രനാണ് പരിശുദ്ധ കുർബാനയായത്. കർത്താവ് എനിക്ക് തന്ന ഉത്തരവ് ഇതാണ്: ആ കുർബാന പിടിക്കാൻ നിനക്ക് യോഗ്യതയുണ്ടോ എന്ന് ഞാനൊന്ന് പരിശോധിക്കണ്ടേ? 1. 2, നീ ക്ഷമയെക്കുറിച്ച് ഒരുപാട് പറയുന്ന ആളാണ്. നിനക്ക് ക്ഷമിക്കാൻ ശക്തിയുണ്ടോ എന്ന് എങ്ങനെ അറിയും? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നീ ക്ഷമിക്കും, എന്നിട്ട് നീ ക്ഷമാശീലനാണെന്ന് വേണമെങ്കിൽ ചിന്തിക്കുകയും ചെയ്യും. എന്നാൽ നിന്നെ ഒരാൾ പരസ്യമായി 4 ആള് നിൽക്കെ, ഒരു 10-150 പേര് നിൽക്കുന്നതിന്റെ നടുവിൽ വെച്ച്, ഒരുപക്ഷെ നീ ഗൗരവമായി ചെയ്യാത്തൊരു കാര്യത്തിന്റെ പേരിൽ, ഒരുപക്ഷെ ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ നിന്നെ തല്ലാൻ വന്നാൽ, ആ തല്ലാൻ വരുന്ന മനുഷ്യനോട് നിരവധികം ക്ഷമിക്കാൻ നിനക്ക് പറ്റുമോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? ഈ ക്ഷമിക്കാൻ പറ്റുമോന്ന് എങ്ങനെ അറിയാം? വലിയൊരു തല്ലിയാലേ അറിയൂ. ഈ ക്ഷമിക്കാൻ പറ്റുമോന്ന് എങ്ങനെ അറിയാം? ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തത്ര വേദന വന്നാലേ ക്ഷമ നമ്മിൽ ഉണ്ടോ എന്നറിയാൻ പറ്റും. അപ്പൊ അന്ന് എനിക്ക് കിട്ടിയ വലിയൊരു തുറവി, എനിക്ക് ആ മനുഷ്യനോട് ഹൃദയം തുറന്ന് ക്ഷമിക്കാൻ പറ്റി. ആ മനുഷ്യന് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റി. ഇന്ന് ഞാനിത് പറയുമ്പോഴും ഒരു അല്പം പോലും കണ്ണുനീരിന്റെ നനവോ ഭാരമോ എൻ്റെ ഹൃദയത്തിലില്ല. തല്ലാമൊന്നും ഞാൻ കൂളായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. കാരണം ഞാനൊരു വലിയ മനുഷ്യനായതുകൊണ്ടല്ല, മറിച്ച് അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നെ തല്ലാൻ ഞാൻ ഒരാളെ വിട്ടത് നീ എന്തുമാത്രം വളർന്നു എന്ന് പരിശോധിക്കാനാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണ് സഹനശീലം. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയോ? സഹനശീലം എന്താന്ന് നിങ്ങൾക്ക് വ്യക്തമായി. ഇതാണ് സഹനശീലം. എന്റെ പ്രശ്നം ഇതാണ്. അതായത് ക്രൈസിസ് ഇല്ലാതെ
ക്രിസ്ത്യാനി എങ്ങനെ അവന്റെ ആത്മീയ വളർച്ചയെ അറിയും? നമുക്ക് സഹനം വേണ്ടെന്നല്ലേ നമ്മൾ പറയുന്നത്? നമ്മൾ ഈ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ മുഴുവൻ ഓടിത്തളർന്നപ്പോ നമ്മൾ എന്താ വാശി പിടിച്ചത്? നമുക്ക് നമ്മൾ എങ്ങനെയെങ്കിലും ഈ സഹനം ഒന്ന് മാറ്റിത്തരണം, എങ്ങനെയെങ്കിലും ഈ പ്രയാസം ഒന്ന് മാറ്റിത്തരണം, എനിക്ക് സഹിക്കാൻ വയ്യ. പ്രിയപ്പെട്ട എൻ്റെ സഹോദര സഹോദരി, സഹിക്കാൻ ഒരവസരം കിട്ടിയാലല്ലേ നമ്മിൽ എന്തുമാത്രം നീതീകരണം നടന്നിട്ടുണ്ട് എന്നറിയാൻ പറ്റും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഇതാണ് കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും. ആത്മധൈര്യം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ആ വാക്ക് വായിക്കുമ്പോൾ നമുക്കൊരു അർത്ഥ വ്യക്തത കിട്ടില്ല. ശരിക്കും അതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, ക്യാരക്ടർ എന്നാണ്. സഹനശീലം ആത്മധൈര്യവും. ആത്മധൈര്യത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്യാരക്ടർ എന്നാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരു സ്വഭാവമായിട്ട് മാറും. എന്ത് സഹനം വന്നാലും നമ്മൾ മനുഷ്യർ കാണുന്നത് പോലെ അതിനെ കാണില്ല, മറിച്ച് ദൈവം കാണുന്നത് പോലെ വചനത്തിന്റെ വെളിച്ചത്തിൽ കാണാൻ തുടങ്ങും. ഇപ്പൊ എന്ത് പ്രയാസം വന്നാലും മാനുഷികമായിട്ട് അതിനെ കാണില്ല, ലോകം കാണുന്നത് പോലെ കാണില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഉടനെ അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, മന്ത്രവാദമാണ്, ആഭിചാരമാണ്, അങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് എന്ന് ലോകം പറയുമ്പോൾ, കർത്താവിന്റെ കണ്ണിലൂടെ ദൈവത്തിന്റെ മഹത്വം പ്രകടമാകാനാണ് ഇവൻ അന്ധനായിട്ട് ജനിച്ചത്. ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാവം നിമിത്തമല്ല, ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അപ്പന്റെ അമ്മയുടെ പാവം നിമിത്തം ആയിരിക്കാം, ചിലപ്പോൾ അവൻ ചെയ്ത് പാവം നിമിത്തമായിരിക്കാം. പക്ഷേ ഒരു വിശ്വാസി സഹനത്തെ കാണുന്നത് അങ്ങനൊന്നുമല്ല. വിശ്വാസി കാണുന്നത് കർത്താവിന്റെ മഹത്വം എന്നിൽ പ്രകടമാകാൻ ഇതൊരു അവസരമാവും. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞ മനസ്സിലാണ്. കഷ്ടത എന്ത് ചെയ്യുന്നു? ഇപ്പൊ റോമർ 5 നമ്മൾ നിൽക്കുന്നത്. കഷ്ടത നമുക്ക് എന്ത് തരുന്നു? സഹനശീലം. സഹനത്തെ ദൈവത്തിന്റെ കണ്ണുകളോടെ കാണാൻ പറ്റുന്ന ഒരു കൃപ നമുക്ക് എന്ത് തരുന്നു? ഈ കഷ്ടത തരുന്നു. അപ്പൊ അതിൽ നിന്ന് സഹനശീലം ഉണ്ടാവുന്നു. സഹനശീലത്തിൽ നിന്ന് എന്തുണ്ടാവുന്നു? ക്യാരക്ടർ ഉണ്ടാവുന്നു. നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവുന്നു. ഈ സ്വഭാവം ഉള്ള ഒരാൾക്ക് പ്രത്യാശയാണ്. പിന്നെ അയാൾക്ക് പിന്നെ നിരാശയില്ല. കാരണം എന്താണ്? എന്ത് വന്നാലും പിന്നെ നിരാശയില്ല. കാരണം എന്താണ്? നിലനിൽക്കുന്ന ഒരു ധനം എനിക്കുണ്ട്, എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. അപ്പൊ പിന്നെ ഒന്നിലും നിരാശയില്ല. അതാണ് ഇവിടെ പറയുന്നത്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ആർക്കാണ് നിരാശ വരുന്നത്? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ ഇത്രയും പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ ഇത്രയും കൊന്ത ചൊല്ലിയിട്ട് എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ ഇത്രയും ദാനധർമ്മം ചെയ്തിട്ട് ഇങ്ങനെ വന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സെഷന്റെ അവസാനം ഞാൻ ഇതിനെല്ലാം ഉത്തരം തരാം. ഇതെല്ലാം ചെയ്തിട്ടും എനിക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് ഭാരപ്പെടുന്നവർക്കുള്ള ഉത്തരമാണ് ഈ സന്ദേശം. അതായത് നമ്മൾ ദൈവമക്കളായി വളരുന്നത് കഷ്ടതകളിലൂടെയാണ്. നമ്മളിലെ യേശുവിന്റെ സ്വഭാവം പുറത്തു വരണമെങ്കിൽ കഷ്ടത വരണം. നമ്മൾ യേശുവിനെ പോലെ പെരുമാറണമെങ്കിൽ കഷ്ടത വരണം. നമ്മൾ യേശു ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണമെങ്കിൽ കഷ്ടത വരണം. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പൊ ഇതാണ് ഈ വചനത്തിന്റെ ആദ്യത്തെ അർത്ഥം. ഇനി എനിക്ക് മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ ഭാഗത്ത് നമ്മുടെ ഈ 5-ാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധയോടെ വീട്ടിലിരുന്ന് വായിക്കുകയും 5-ാം അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രത്യാശയെക്കുറിച്ച് പറയുന്നുണ്ട്, സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് സൂചിപ്പിച്ചു പോകാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക്, 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പൊ ദൈവിക പുണ്യങ്ങളായ വിശ്വാസം, അത് ഈ പാരഗ്രാഫിലുണ്ട്. 2-ാമത്തേത് ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. അതുപോലെ ആത്മധൈര്യം പ്രത്യാശ ഉളവാക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പൊ 2-ാമത്തെ കാര്യം പ്രത്യാശ. 3-ാമത്തേത് സ്നേഹമുണ്ട്. സ്നേഹം എവിടെയാണ്? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഞാനിത് പറയുന്നത് എന്തിനെന്നറിയാമോ? എന്താണ് ക്രിസ്തീയ ജീവിതം? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചോദ്യം വരികയാണ്, എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്? ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെയാണ്? ക്രിസ്തീയ ജീവിതത്തെ നിർവചിക്കുക. എന്താണ് ക്രിസ്തീയ ജീവിതം? എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും ജീവിതത്തെ വിളിക്കുന്ന പേരാണ് ക്രിസ്തീയ ജീവിതം. വിശ്വാസത്തിന്റെ ജീവിതം, പ്രത്യാശയുടെ ജീവിതം, സ്നേഹത്തിന്റെ ജീവിതം. അപ്പൊ ക്രിസ്തീയ ജീവിതത്തെ ചുരുക്കി പറഞ്ഞാൽ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഇനി മറ്റൊരു കാര്യം ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക്. ആ വാക്കിലൊന്ന് നിൽക്കണം നമ്മൾ. വിശ്വാസത്താൽ എന്ത് സംഭവിച്ചു? നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെട്ട നമ്മള് കർത്താവിന്റെ മഹത്വത്തിൽ പങ്കുചേരാം എന്ന പ്രത്യാശയിൽ അഭിമാനിക്കുന്നു. 3 വാക്കുകൾ നിങ്ങൾ പഠിക്കണം. 1 നീതീകരണം, 2
വിശുദ്ധീകരണം, 3 മഹത്വീകരണം. ഒരു ക്രിസ്തീയ ജീവിതത്തിലെ 3 ഘട്ടങ്ങളാണിത്, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലെ 3 ഭാവങ്ങളാണിത്. എന്തൊക്കെയാണിത്? നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം. എന്ന് പറഞ്ഞേ, നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. അതെന്താണ്? ശ്രദ്ധിച്ചേ. നീതീകരിക്കപ്പെട്ടു. നമ്മൾ എവിടെയാണ് നീതീകരിക്കപ്പെട്ടത്? മാമോദീസായിലാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തിരുസഭയുടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, യേശുവിന്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അപ്പോൾ അത് മാമോദീസായിലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ രക്ഷ ആരംഭിക്കുന്നത്, നമ്മൾ യേശുവിലൂടെയുള്ള രക്ഷ സ്വീകരിക്കുന്നത് ആദ്യമായിട്ട് എവിടെയാണ്? മാമോദീസായിലാണ്. അപ്പൊ അതിന് മാമോദീസായിലാണ് എന്ന് നല്ല വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നീതീകരണം ആരംഭിക്കുന്നത് മാമോദീസായിലാണ്. കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കിയിരിക്കുക, നമ്മുടെ നീതീകരണം ആരംഭിക്കുന്നത് എവിടെയാണ്? മാമോദീസായിലാണ്. 1-2 വാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ. തീത്തോസിന്റെ ലേഖനം പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താലത്രേ. നമ്മൾ നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണെന്നായി പറയുന്നത്? നമുക്ക് രക്ഷ കിട്ടിയത് സ്നാനത്താലാണ്. അതാണ് അവിടെ പറയുന്നത്. വായിച്ചേ. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് നൽകി? രക്ഷ നൽകി. അവിടുന്ന് നമ്മളെ നീതീകരിച്ചു. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല, നമ്മൾ തീരുമാനം എടുത്തിട്ടല്ല. നമ്മൾ തീരുമാനം എടുത്തു പോയി യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചപ്പെടല്ല, മറിച്ച് കർത്താവാണ് നമ്മളെ നീതീകരിക്കുന്നത്. അപ്പോ എന്താണ് അത്? അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താലാണ്. അപ്പൊ നമ്മുടെ നീതീകരണം നമുക്ക് കിട്ടിയത് എവിടെയാണ്? ജ്ഞാനസ്നാനത്തിലാണ്. മറ്റൊരു വാക്യം വായിക്കാം. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പത്രോസിലേക്ക് ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. 1 പത്രോസ് 3:21. അതിന്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം, കണ്ടോ, ബാപ്റ്റിസം, അതിന്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. ഇപ്പൊ രക്ഷ കിട്ടുന്നത് മാമോദീസായിലൂടെയാണ് രക്ഷ ആരംഭിക്കുന്നത്. അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിന്റെ നിർമ്മാർജ്ജനമല്ല, മറിച്ച് ശുദ്ധ മനസാക്ഷിക്കായി യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. അപ്പോ നോഹയുടെ പെട്ടകത്തിന് സദൃശ്യമായ ആ ജലത്തിലൂടെയുള്ള രക്ഷയ്ക്ക് സദൃശ്യമായ മാമോദീസ നമ്മളെ രക്ഷിക്കുന്നു. പത്രോസ് വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ നീതീകരണം മാമോദീസായിലൂടെയാണ്. മറ്റൊരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. അപ്പൊ മാമോദീസായിലൂടെ മാത്രമാണ് ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അത് സഭയുടെ അടിസ്ഥാനപരമായ പ്രബോധനമാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ നീതീകരണം, ഞാൻ ഈ റോമർ 5-ൽ തന്നെ നിൽക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ്? വിശ്വാസത്താൽ അല്ലെങ്കിൽ ജ്ഞാനസ്നാനത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. നമ്മൾ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നീതീകരണം പൂർത്തിയായിട്ടില്ല, നമ്മുടെ രക്ഷ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് കത്തോലിക്ക തിരുസഭ രക്ഷയുടെ 3 കാലങ്ങളെക്കുറിച്ച് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. രക്ഷയ്ക്കൊരു 1-ാം ഘട്ടമുണ്ട്, 2-ാം ഘട്ടമുണ്ട്, 3-ാം ഘട്ടമുണ്ട്. രക്ഷയ്ക്കൊരു ഭൂതകാലമുണ്ട്, വർത്തമാനകാലമുണ്ട്, ഭാവി കാലമുണ്ട്. ഇതൊന്നും കേട്ട് നിങ്ങൾ വിഷമിക്കണ്ട. രക്ഷയ്ക്കൊരു പാസ്റ്റ് ഉണ്ട്, പ്രസന്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട്. മാമോദീസായിൽ രക്ഷ ആരംഭിച്ചു, അത് ഭൂതകാലം, കഴിഞ്ഞ കാലം. ഇനി രക്ഷ നമ്മൾ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, രക്ഷ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രക്ഷ പൂർത്തിയാവും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷ പൂർത്തിയാവും.
ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും ഏതെങ്കിലും മറ്റ് സഭകളിൽപ്പെട്ട ആളുകൾ വന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ചോദിക്കുമ്പോൾ കുഴയേണ്ട ആവശ്യമില്ല, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതി. രക്ഷിക്കപ്പെട്ടവരാണോ? ഞങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. രക്ഷയ്ക്ക് 3 കാലമുണ്ട്. രക്ഷയുടെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. രക്ഷയുടെ കഴിഞ്ഞുപോയ ഒരു ഡയമെൻഷൻ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡയമെൻഷൻ, പൂർത്തിയാവേണ്ട ഒരു ഡയമെൻഷൻ. മനസ്സിലാവുന്നുണ്ടോ ഇത്? അപ്പൊ രക്ഷയ്ക്ക് ഇങ്ങനെ 3 കാലമുണ്ട്. അപ്പോ ഇത് വചനത്തിലൂടെ നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ അടിസ്ഥാന തത്വങ്ങളായതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത്. രക്ഷയെക്കുറിച്ച് കൂടി നമുക്ക് വ്യക്തത വരണം. അപ്പോ രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുന്നു, രക്ഷ പൂർത്തിയാവും. എഫേസോസ് 2:8 അത് കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. എഫേസോസ് 2:8 എഫേസോസ് 2:8 വചനം ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഇത് മാമോദീസയെ കുറിക്കുന്ന വചനമാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസം വഴി കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. സമയം കുറവാണെങ്കിലും ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ശിശുക്കൾക്ക് എന്തിനാണ് സഭ മാമോദീസ കൊടുക്കുന്നത്? അത് പൂർണ്ണമായും രക്ഷ ദൈവത്തിന്റെ സൗജന്യ ദാനമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു സംശയം വേണ്ട. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്നത്? കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ, കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം മനസ്സിലാക്കാൻ കഴിവില്ലല്ലോ, കുഞ്ഞുങ്ങൾ ചെന്ന് യേശുവെ രക്ഷിക്കണമെന്ന് പറയാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ചെന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് മാമോദീസ കൊടുക്കുന്നത്? ശിശു സ്നാനം. അതിന്റെ ഉത്തരത്രേ ഉള്ളൂ: ഈ രക്ഷ തികച്ചും സൗജന്യമായ ദാനമാണ്. ഇതിനുവേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. മാമോദീസായിൽ ആരംഭ നീതീകരണത്തിന്, ഇനിഷ്യൽ ജസ്റ്റിഫിക്കേഷന്, നമ്മുടെ രക്ഷ ആരംഭിക്കുന്നതിന് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. തിരുസഭയുടെ പ്രബോധനം അങ്ങനെയാണ്. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, മറിച്ച് ആ രക്ഷ പോയി വാങ്ങിച്ചാൽ മതി. ആ രക്ഷ പോയി വാങ്ങിച്ചാൽ മതി. ആ രക്ഷ യേശുക്രിസ്തുവിലൂടെ തയ്യാറാക്കിയിരിക്കുന്നു. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്കും അതറിയാം. അപ്പൊ ആ കുഞ്ഞിന് അന്ധകാരത്തിന്റെ ലോകത്തിൽ നിന്ന് പ്രത്യാശ നിറഞ്ഞ പിതാവിന്റെ രാജ്യത്തിലേക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരണമെന്ന് ഉത്തരവാദിത്വ ബോധമുള്ള മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ആ രക്ഷ വാങ്ങിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ ഇത്? അപ്പോൾ രക്ഷയുടെ ആരംഭത്തിന് പ്രത്യേകിച്ച് മനുഷ്യന്റെ ഒരു പ്രവൃത്തികളും വേണ്ട, മറിച്ച് അത് പോയി വാങ്ങിയെടുത്താൽ മതി. അതാണ് മാമോദീസ പൂർണ്ണമായും ദൈവകൃപയുടെ പ്രവർത്തനമാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. പൂർണ്ണമായും ദൈവകൃപ. ഈ ആരംഭ നീതീകരണത്തിന് മനുഷ്യനൊന്നും ചെയ്യേണ്ടതില്ല. ആ രക്ഷയുടെ കണ്ടിൽ നിന്ന് കോരി കുടിച്ചാൽ മതി. ഇനി ശ്രദ്ധിക്കേണ്ടത്, അപ്പോ വിശ്വാസം വഴി കൃപയാലാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് പ്രവൃത്തികളുടെ ഫലമല്ല. അതെന്തിനെ കുറിക്കുന്ന വചനമാണ്? കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച്, നമ്മുടെ രക്ഷയുടെ. ഇപ്പൊ നീ മാമോദീസ സ്വീകരിച്ചത് ഒരു 40 കൊല്ലം മുമ്പാണെങ്കിൽ നീ മാമോദീസ സ്വീകരിച്ച സമയത്തെ കുറിക്കുന്ന വാക്യമാണിത്. കൃപയാൽ നീ അന്ന് നീതീകരിക്കപ്പെട്ടു, നിന്റെ നീതീകരണം ആരംഭിച്ചു. പിടികിട്ടിയോ? ഇത് കഴിഞ്ഞുപോയ കാലമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നേക്കുമായി രക്ഷപ്പെട്ടു, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്താലും സാരമില്ല, ഞാൻ സ്വർഗത്തിൽ പോകുന്ന ചിന്തിക്കരുത്. രക്ഷയ്ക്കൊരു വർത്തമാനങ്ങളുണ്ട്. ഇന്ന് നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ രക്ഷ പൂർത്തിയാവാൻ മരണം വരെ നീ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഘട്ടം കൂടിയുണ്ട് രക്ഷയ്ക്ക്. മനസ്സിലാവുന്നുണ്ടോ ഇത്? അപ്പൊ രക്ഷയ്ക്ക് ഒരു കഴിഞ്ഞുപോയ കാലമുണ്ട്. അതാണ് ഈ പറയുന്നത്, കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. നമ്മുടെ നീതീകരണത്തിന്റെ ആരംഭം, ഇനിഷ്യൽ ജസ്റ്റിഫിക്കേഷൻ, അത് കഴിഞ്ഞു. അപ്പൊ വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് അല്ല. ഒരിക്കൽ രക്ഷപ്പെട്ടാൽ എന്നേക്കും രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കരുത്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് കൊണ്ട് എല്ലാവരും കാനാൻ ദേശത്ത് ചെല്ലണമെന്ന് നിർബന്ധമില്ല. രക്ഷ ആരംഭിച്ചതേ ഉള്ളൂ, കാനാനിൽ എത്തിയിട്ടില്ല. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഒരു പാർട്ടേ ആയിട്ടുള്ളൂ. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇപ്പോൾ നമ്മൾ വിശ്വസിച്ചും കൂദാശകളിലൂടെയും, വിശ്വാസത്തിലൂടെയും കൂദാശകളിലൂടെയും സ്നേഹപ്രവൃത്തികളിലൂടെയും നമ്മുടെ രക്ഷ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു മാരത്തോൺ ഓട്ടത്തിലാണ്, രക്ഷയുടെ യാത്രയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനെക്കുറിച്ച് ഒരു വചനം നമുക്ക് വായിക്കാം. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 8-9 വാക്യം, 1-ാം അധ്യായം 8-9. 1 പത്രോസ് 1:8-9. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. യേശുവിനെ കുറിച്ച് പറയുകയാണ്. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. അങ്ങനെ കണ്ടോ, അതൊക്കെ എപ്പോഴാണ് ചെയ്യുന്നത്? അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ആരെ കണ്ടിട്ടില്ലെങ്കിലും? യേശുവിനെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ. ഇപ്പൊ നമ്മളോട് പറയുകയാണ്, നമ്മൾ യേശുവിനെ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്.
ഇപ്പൊ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെ അവാച്യവും വാക്കുകൾക്ക് അതീതവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ ഈ വിശ്വാസം നമുക്കൊരു സന്തോഷം തരുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി ആത്മാവിന്റെ രക്ഷ നിങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ വിശ്വസിച്ചും ആ വിശ്വാസത്തിന്റെ പ്രവൃത്തികളായ കൂദാശകളിൽ സംബന്ധിച്ചും അതിലൂടെ കിട്ടുന്ന ആ ദൈവകൃപാവരത്തിൽ സ്നേഹത്തിന്റെ ജീവിതം നയിച്ചും നമ്മൾ രക്ഷ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? രക്ഷ തുടർന്നുകൊണ്ട് ഇനി രക്ഷ പൂർത്തിയാവും. രക്ഷയ്ക്കൊരു ഭാവി കാലമുണ്ട്. നമ്മൾ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഈ യാത്ര നമ്മൾ വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ ഈശോ നമ്മളെ രക്ഷ പൂർത്തിയാക്കാൻ അനുവദിക്കും. അതെങ്ങനെയാണ്? അത് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും, അടുത്തത് ഉച്ചത്തിൽ വായിച്ച്, പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. കണ്ടോ? അധ്വാനിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ വിശ്വാസത്തിൽ നമ്മൾ ചേർന്ന് അധ്വാനിച്ചുകൊണ്ടിരിക്കണം. ഇനി മറ്റൊരു വാക്യം വായിക്കാം. റോമാലേഖനം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം. റോമാലേഖനം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം. റോമർ 13:11. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. കണ്ടോ? രക്ഷ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷ ഇനി പൂർത്തിയാവാറായി. രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. 1 കൊരിന്തോസ് 3:15. 1 കൊരിന്തോസ് 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. 1 കൊരിന്തോസ് 3:15. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. ഭാവിയെക്കുറിച്ച് പറയുന്നതാണ്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നതാണ്. അഗ്നിയിലൂടെ എന്ന വണ്ണം രക്ഷ പ്രാപിക്കും. കണ്ടോ? ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. 5-ാമത്തെ അധ്യായത്തിൽ 1 കൊരിന്തോസ് 5-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം. ആ മനുഷ്യനെ, ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. അതായത് ഒരു മനുഷ്യൻ പാപം ചെയ്തൊരു മനുഷ്യനെ കുറിച്ചാണ് 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ആ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. ആ മനുഷ്യനെ അവന്റെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവന്റെ ആത്മാവ് കർത്താവായ യേശുവിന്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ. അതായത് സഭയിൽ നിന്ന് അവനെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തണം. അതാണ് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ. സഭയുടെ സംരക്ഷണ വലയത്തിൽ നിന്ന് അവനെ കുറച്ച് നാളത്തേക്ക്, ഒരു പ്രത്യേക തെറ്റ് ഒരുത്തം ചെയ്തു, അവന്റെ അപ്പന്റെ ഭാര്യയുമായി അവിഹിത വീഴ്ചയിൽ കഴിയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ അവൻ വിശ്വാസ സമൂഹത്തിന് ഒരു സ്കാൻഡൽ ഉണ്ടാക്കിയതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അവനെ കുറച്ച് നാളത്തേക്ക് സഭയിൽ നിന്ന് മാറ്റി നിർത്തണം. അതാണ് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗത്തിന്റെ അർത്ഥം. അവനെ കുറച്ച് നാള് അവൻ കുർബാന സ്വീകരണത്തിൽ നിന്ന് മാറ്റി നിർത്തണം. എന്തിനാണ്? അങ്ങനെ ചെയ്യുമ്പോൾ അവൻ മനസ്തപിച്ച് അവൻ കർത്താവായ യേശുവിന്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കും. ഭാവി കാലത്തെ കുറിച്ച് പറയുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രക്ഷയ്ക്ക് 3 കാലമുണ്ട്. എന്തൊക്കെയാണ്? ഒരു കഴിഞ്ഞുപോയ കാലമുണ്ട്, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കാലമുണ്ട്, ഇനി പൂർത്തിയാവേണ്ട ഒരു ഭാവി കാലമുണ്ട്. ഇപ്പോൾ പൗലോസ്ലീഹ ഇവിടെ പറയുന്നത് വിശ്വാസത്താൽ ആദ്യത്തെ സ്റ്റെപ്പിനെ കുറിച്ചാണ് റോമർ 5-ൽ പറയുന്നത്. ഞാൻ റോമർ 5-ന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വിശദീകരിക്കുന്നത്. റോമർ 5-ൽ പറയുന്നത് വിശ്വാസത്തിന്റെ ഈ ആദ്യത്തെ ഘട്ടത്തെക്കുറിച്ചാണ്. എന്താണ്? മാമോദീസായിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടു. ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. ഇനിയുള്ള നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിൽ 2-ാമത്തെ ഒരു ഘട്ടമുണ്ട്. മഹത്വീകരണമാണ് 3-ാമത്തെ ഘട്ടം, പൂർത്തീകരണം. അതിനിടയ്ക്ക് ഒരു ഘട്ടമുണ്ട്, അതാണ് വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാനുണ്ട്. പരിപൂർണമായ വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ എത്താനുണ്ട്. 2 രീതിയിലാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഒന്ന് നിങ്ങൾക്കറിയാം എങ്ങനെയാണ്. കൂദാശകളിലൂടെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. പരിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. കൂദാശകളിലൂടെയാണ് പ്രധാനമായും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അതോടുകൂടി വചനം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അനുവദിച്ച് തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മുടെ സഹനങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നീതീകരിക്കപ്പെട്ട നമ്മള് മഹത്വീകരിക്കപ്പെടുന്നതിനിടയിലുള്ള
വിശുദ്ധീകരണ ഘട്ടം നടക്കുന്നത് സഹനത്തിലൂടെയാണ്. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് സഹിക്കേണ്ടത്? എന്തുകൊണ്ടാണ് സഹനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നത്? സഹനത്തെ ഏറ്റെടുക്കണം എന്ന് പറയുന്നത്, ദൈവം തരുന്ന സഹനങ്ങളെല്ലാം സൗമ്യതയോടെ സഹിക്കണം എന്ന് പറയുന്നത്, സഹനത്തിൽ വലിയ വെപ്രാളം കാണിക്കാതിരിക്കണം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മുടെ സഹനങ്ങൾ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്കിനി കുറേ വചനങ്ങൾ വായിക്കണം. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വേഗം ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ തന്നെ ബൈബിളിൽ സഹനത്തെക്കുറിച്ച് പറയും. ഇപ്പൊ എന്തുകൊണ്ടാന്ന് മനസ്സിലായല്ലോ. സഹിച്ചാൽ മാത്രമേ വിശുദ്ധീകരിക്കപ്പെടൂ. വിശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ മഹത്വീകരിക്കപ്പെടൂ. ദൈവമഹത്വത്തിൽ പങ്കുചേരണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കപ്പെടണം. ആ വിശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത് ക്രിസ്തുവിനോട് ചേർന്നൊരു വ്യക്തി സഹിക്കുമ്പോഴാണ്. യേശുവിന്റെ കൃപയിൽ ഒരു വ്യക്തി സഹിക്കുമ്പോഴാണ്. യേശു സഹിച്ചതുപോലെ സഹിക്കുമ്പോഴാണ്. യേശുവിന്റെ കണ്ണുകളിലൂടെ സഹനത്തെ സ്വീകരിക്കുമ്പോഴാണ്. ദൈവികമായ കാഴ്ചപ്പാടിലൂടെ സഹനത്തെ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ വിശുദ്ധീകരണം നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചെറുതും വലുതുമായ ഏത് സഹനവുമാവട്ടെ, സഹനത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ വിശുദ്ധീകരണം, നമ്മുടെ കുടുംബത്തിന്റെ വിശുദ്ധീകരണം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴിയാണ് സഹനം. അതിനെ വെറുതെ പാഴാക്കി കളയരുത്. ഒരു ചെറിയ സഹനത്തെ പോലും വെറുതെ കളയരുത്. അതിനെല്ലാം കർത്താവിന്റെ കണ്ണുകളിലൂടെ കണ്ട് സ്തോത്രം ചെയ്യണം. തകർച്ചകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അത് അനുവദിച്ച് തന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, അപ്പോസ്തലന്മാര് സംഘത്തിന്റെ മുമ്പിൽ, സന്നഹദ്രീൻ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് അവർ പറഞ്ഞില്ലേ, യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ ഒരു യോഗ്യത കിട്ടിയതോർത്ത് അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പുറത്തുപോയി. എന്നാൽ അപ്പോസ്തലന്മാർക്കറിയാം തങ്ങൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്നത് ഈ സഹനത്തിലൂടെയാണ്. നമുക്ക് ചില വാക്യങ്ങൾ വേഗം വായിക്കാം. റോമർ 5 തന്നെ ഒരിക്കൽ കൂടി വായിക്കാം. നമ്മൾ ഇത്രയും വിശദീകരിച്ചത് റോമർ 5 റോമർ 5:1 മുതൽ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാം എന്ന പ്രത്യാശയിൽ അഭിമാനിക്കാം. കാണുന്നുണ്ടോ നിങ്ങൾ? മഹത്വത്തിൽ പങ്കുചേരാം. ഈ മഹത്വത്തിൽ പങ്കുചേരുന്ന കാര്യം പറയുമ്പോൾ തൊട്ടടുത്ത് എന്താ പറയുന്നത്? കഷ്ടതകളിലും നമ്മൾ അഭിമാനിക്കുന്നു. കാരണം ഈ മഹത്വം വരുന്നത് ഈ കഷ്ടതയിലൂടെയാണ്. കാരണം ഈ കഷ്ടതയിലൂടെ മാത്രമേ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടൂ. ഇനി മറ്റൊരു വാക്യം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 15 മുതൽ 18 വരെ. റോമർ 8:15 മുതൽ 18 വരെ. റോമർ 8:15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല. മാമോദീസായിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയുകയാണ്. മാമോദീസായിൽ എന്താ സംഭവിച്ചത്? നമ്മള് പുത്രത്വത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ചു. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ മാമോദീസായിലൂടെ കൈക്കൊണ്ടത്. ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ ആവാ പിതാവേ എന്ന് വിളിക്കുന്നത്. അപ്പൊ മാമോദീസായിലൂടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം കിട്ടി. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ ഈ മാമോദീസ വഴി ദൈവത്തിന്റെ മകനായി മാറി, മകളായി മാറി. ഇനി പറയുകയാണ്, നാം മക്കളെങ്കിൽ, അങ്ങനെ നമ്മൾ മക്കളാക്കപ്പെട്ടെങ്കിൽ നമ്മൾ അവകാശികളാണ്. എന്തിന്റെ അവകാശം? ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. എന്നിട്ട് പറയുകയാണ്, ഈ അവകാശം എല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടൊപ്പം നാം പീഡ സഹിക്കുകയാണ്. പിടിയിട്ടുന്നുണ്ടോ? മഹത്വപ്പെടേണ്ടതിന് ഇപ്പൊ സഹിക്കുകയാണ്. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? മാമോദീസായിലൂടെ നീതീകരിക്കപ്പെട്ട, നീതീകരണം ആരംഭിച്ച ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ്. ഈ കഷ്ടപ്പാടുകളിലൂടെ അവന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് 18-ാമത്തെ വാക്യം, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസാരമാണ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസാരമാണ്. മറ്റൊരു വാക്യം വായിക്കാം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം വായിക്കാം. ഹെബ്രായ ലേഖനം 12:1 മുതൽ. വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളാണത്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഹെബ്രായർ 12:1 മുതൽ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ.
അവൻ എന്ത് ചെയ്തു? അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവെക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് എങ്ങനെയാന്ന് പറയുകയാണ്. കുരിശ് ക്ഷമയോടെ സ്വീകരിച്ച, അവമാനത്തെ തള്ളിക്കളയാതിരുന്ന യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ വിഷമിപ്പിക്കുന്ന ഭാരത്തിൽ ഓടാൻ. മനസ്സിലാകുന്നുണ്ടോ? 12-ാം അധ്യായത്തിൽ പറയുകയാണ്, നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് ചുറ്റും വലിയ സാക്ഷികളുടെ സമൂഹമുള്ളതിനാൽ നമുക്ക് നീക്കിക്കളയാം. ഈ സാക്ഷികളെ അല്ല നമ്മൾ നോക്കേണ്ടത്, യേശുവിനെയാണ്. യേശു എന്ത് ചെയ്തു? അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ചു, അവമാനം വകവച്ചില്ല. അവൻ എന്ത് ചെയ്തു? കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. എന്നിട്ട് പറയാണ്, ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെട്ടു. ആകയാൽ ശ്രദ്ധിക്കണേ, മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. പാപത്തിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾക്കിനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? ഏതാണ് ഉപദേശം? നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ്. നമ്മളെ മാമോദീസ വഴി ദൈവം മക്കളാക്കി മാറ്റി എന്നുള്ള ഉപദേശം നിങ്ങൾ മറന്നുപോയോ? മകനെ, കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെയാണ് ദൈവം നിങ്ങളോട് പെരുമാറുന്നത്. പിതാവിന്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്താ ഈ പറയുന്നത്? മക്കളായതുകൊണ്ടാണ് നിങ്ങൾക്ക് സഹനമുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ ഇത്രയും നാള് എൻ്റെ ജന്മത്തിൽ ഇതുവരെ പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല, എൻ്റെ മകൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? മക്കളായതുകൊണ്ടാണ് നിങ്ങൾ ശിക്ഷണത്തിന് വിധേയരാവേണ്ടത്. നിങ്ങൾ ശിക്ഷണത്തിന് വിധേയരാവുന്നില്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത്? നീ ദൈവത്തിന്റെ നീതീകരണ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നത് കൊണ്ടാണ്. നിന്നെ മഹത്വീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ സഹനം നിന്റെ ജീവിതത്തിലുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തായി പറയുന്നത്? നമ്മുടെ ഇതിനും പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു. നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ? ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു സമയം നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ, അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്, എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. ഞാൻ എന്താ പറഞ്ഞേ? എന്തിനായിരുന്നു ഈ സഹനം? വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള വചനമാണിത്. നമ്മളെ വിശുദ്ധിക്കാൻ, തൻ്റെ പരിശുദ്ധിയിൽ നമ്മളെ പങ്കുചേർക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ശിക്ഷണം തരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. അതുകൊണ്ട് തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. അതുകൊണ്ട് ആരെങ്കിലും സഹിക്കാൻ വീക്കായിട്ടുണ്ടെങ്കിൽ, സഹിക്കാൻ മടുപ്പുണ്ടെങ്കിൽ, നിങ്ങൾ തിരിച്ചറിയണം, ഇത് കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. യേശു നമ്മളെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് നമുക്കുള്ള എല്ലാ സഹനങ്ങളും. അല്ലാതെ ദൈവത്തിന് തെറ്റുപറ്റിയതല്ല, അല്ലാതെ ദൈവത്തിന് ഒരു അബദ്ധം പറ്റിയതല്ല, ദൈവം കണ്ണടച്ചിരുന്നൊന്ന് മയങ്ങിപ്പോയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ആക്സിഡന്റ് ഉണ്ടായതല്ല. മറിച്ച് ഇതെല്ലാം നമ്മളെ വിശുദ്ധീകരിച്ച് മഹത്വത്തിലെത്തിക്കുന്ന ദൈവപ്രക്രിയയുടെ ഭാഗമാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ഒന്നോ രണ്ടോ വാക്യങ്ങളൂടെ വേഗം ഒന്ന് വായിക്കാം. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം, പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ ശരിക്കും നന്നായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 12 മുതൽ 1 പത്രോസ് 4:12 മുതൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാലെന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ, കണ്ടോ മഹത്വം, അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. കേട്ടോ, ഈ മഹത്വം എവിടെ? സഹനത്തെ കുറിച്ച് നിങ്ങൾ വായിച്ചോ ബൈബിളിൽ, അവിടെ ഈ മഹത്വം ഉണ്ടാവും. അപ്പൊ ഗ്ലോറിഫിക്കേഷൻ നടക്കുന്നത് ഈ പ്യൂരിഫിക്കേഷൻ, ഈ സാങ്ക്ടിഫിക്കേഷനിലൂടെയാണ്. സാങ്ക്ടിഫിക്കേഷൻ വരുന്നത് സഹനങ്ങളിലൂടെയാണ്. വിശുദ്ധീകരണം നടക്കുന്നത് സഹനങ്ങളിലൂടെയാണ്.
ഇനി ഒരു വാക്യം കൂടി വായിക്കാം. 5-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങൾ അതോടെ വായിച്ച് നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 5 മുതൽ. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ, പരസ്പര വിനയത്തിന്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുവിൻ. തന്റെ നിത്യ മഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ആധിപത്യം എന്നും എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളിലോ പ്രയാസങ്ങളിലോ അപവാദങ്ങളിലോ ബുദ്ധിമുട്ടുകളിലോ ആണെങ്കിൽ ഈ വചനം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് എന്തുകൊണ്ടിങ്ങനെ വന്നു എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. ഇത് നമ്മുടെ നീതീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും മഹത്വീകരണത്തിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മൾ സഹിക്കുന്നത്. നമുക്ക് ഈ ആരാധനയിൽ എല്ലാ വേദനകളും ചേർത്ത് വെക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാണ് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നതെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാം പ്രയാസങ്ങൾ ഈ ആരാധനയിൽ നമ്മൾ വെക്കുകയാണ്. നമുക്ക് ഏക മനസ്സോടെ അല്പസമയം കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞം കാണും യേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞം കാണും യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞം കാണും യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
പരിശുദ്ധനായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധിയെ ഞങ്ങൾ ആരാധിക്കുന്നു. അത്യുന്നതനായ ദൈവമേ, അവിടുത്തെ സർവശക്തിയെയും ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തെ ആരാധിക്കുന്നു. കർത്താവേ, അയോഗ്യരായ പാപികളായ ഞങ്ങളെ അവിടുത്തെ പരിശുദ്ധിയിൽ പങ്കുകാരാക്കുവാൻ അവിടുന്ന് യേശുക്രിസ്തുവിലൂടെ ഞങ്ങളെ നീതീകരിച്ചതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നരകത്തിലും നിത്യശിക്ഷയിലും അവസാനിക്കാൻ സാധ്യതയുള്ള ഞങ്ങളുടെ ജീവിതങ്ങളെ യേശുവിലൂടെ അങ്ങ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനായി, യേശുവിലൂടെ നീതീകരിച്ചതിനായി, കർത്താവെ വിശുദ്ധീകരിക്കുന്നതിനായി, മഹത്വത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതിനായി പിതാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, തിരുസഭയിലൂടെ അനുദിനം ഞങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കുന്നതിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിലൂടെ കർത്താവെ അങ്ങയുടെ സ്നേഹം അങ്ങ് വെളിപ്പെടുത്തിയതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിൻ്റെ വലിയ അനന്തമായ പരിശുദ്ധിയെ ആരാധിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ചേർന്ന് പാടാം. ആരാധന, ആരാധന, ആരാധന. എല്ലാവരും ചേർന്ന് പാടിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. ഹല്ലേലൂയ, യേശുവേ. എല്ലാ വേദനിക്കുന്ന മക്കളെയും വേദനിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഈശോയെ ഈ സമയത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുകയാണ്. കർത്താവെ, അനേക നാളുകൾ പ്രാർത്ഥിച്ചിട്ടും കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ചിട്ടും ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നു എന്ന് കരുതിയിട്ടും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സഹനങ്ങളും കുറ്റപ്പെടുത്തലുകളും പ്രയാസങ്ങളും കഷ്ടതകളും കടന്നു വരുമ്പോൾ നിരാശരായി പോകുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ബലഹീനതകളെ സമർപ്പിക്കുകയാണ്. കർത്താവെ, പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ സഹനം എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ, കർത്താവെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലേ, ദൈവം എന്നെ തള്ളിക്കളഞ്ഞോ, ദൈവം എന്നെ ശപിച്ചതാണോ, ശിക്ഷിച്ചതാണോ, കർത്താവ് ഏതെങ്കിലും ആഭിചാരത്തിൻ്റെ മന്ത്രവാദത്തിൻ്റെ ശക്തികൾ എന്നെ ഉപദ്രവിക്കുന്നതാണോ, പിശാച് എന്നെ ഉപദ്രവിക്കുന്നതാണോ, ഈ വക ചിന്തകളോടെ ദൈവിക പരിജ്ഞാനമില്ലാതെ കർത്താവെ വചനത്തിൽ ആഴപ്പെടാതെ സഹനങ്ങളെ ശല്യമായും ശാപമായും ശിക്ഷയായും കണ്ട ഞങ്ങളുടെ ബലഹീനതകളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. ദൈവം തൻ്റെ മക്കളായി ഞങ്ങളെ പരിശീലിപ്പിക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധിയിൽ പങ്കുചേരാനാണ് എന്ന് കർത്താവെ ഞങ്ങൾ തിരിച്ചറിയാത്ത എല്ലാ സന്ദർഭങ്ങളെയും ഓർത്ത് മാപ്പ് ചോദിക്കുകയാണ്. കർത്താവെ, അഗ്നിപരീക്ഷകൾ ഞങ്ങളെ പരിശോധിക്കാനായി ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാലെന്ന വണ്ണം ഞങ്ങൾ പരിഭ്രമിച്ചു പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ ഭാഗ്യം കിട്ടിയതോർത്ത്, യോഗ്യത കിട്ടിയതോർത്ത് ഞങ്ങൾ സന്തോഷിക്കാതിരുന്ന സന്ദർഭങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. കർത്താവെ, യേശുവിൻ്റെ നാമത്തെ പ്രതി ആരെങ്കിലും നിന്ദിക്കുകയോ അവഹേളിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്തപ്പോഴൊക്കെ ആനന്ദിച്ചാഹ്ലാദിച്ച് തുള്ളിച്ചാടാതെ പരാതിയിലും നിരാശയിലും
ക്ലേശങ്ങളിലും ഉത്കണ്ഠകളിലും ജീവിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ്. കർത്താവേ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവൻ്റെ നാമത്തെ പ്രതി സഹിക്കാനുള്ള അനുഗ്രഹം കൂടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് സഹനം ഒരു അനുഗ്രഹമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയാത്ത നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുകയാണ്. കർത്താവ്, ഈ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ സഹനങ്ങളെയും പ്രയോജനപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹനങ്ങളെയും ഈശോയെ ഇതാ കുരിശിൻ ചുവട്ടിലേക്ക് ഞങ്ങൾ എടുത്തു വെക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങൾ കടന്നു പോകുന്ന സഹനങ്ങളെ, ദാമ്പത്യ ബന്ധത്തിൽ കർത്താവെ ഭാര്യാഭർത്താക്കന്മാർ അനുഭവിക്കുന്ന വേദനകളെ, കുറ്റപ്പെടുത്തലുകൾ, മനസ്സിലാക്കാതെ പോകുന്ന സന്ദർഭങ്ങൾ, തെറ്റിദ്ധാരണകൾ എല്ലാം ഈ സമയത്ത് ഇതാ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ എടുത്തുയർത്തുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജോലി സ്ഥലത്ത്, ജോലി മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളും ഈ സമയത്ത് ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ഞങ്ങൾ എടുത്തുയർത്തുകയാണ്. മക്കളിലൂടെ, പ്രിയപ്പെട്ടവരിലൂടെ, കർത്താവെ, ഞങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട മക്കളിലൂടെ എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്ന സഹനങ്ങളെല്ലാം ഇതാ ഈ സമയത്ത് കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ എടുത്ത് സമർപ്പിക്കുകയാണ്. കർത്താവെ, തെറ്റിദ്ധാരണകൾ, ആക്ഷേപങ്ങൾ, അപവാദങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ആരോപണങ്ങൾ ഇവയെല്ലാം ഈശോയെ ഇതാ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുകയാണ്. കൊല്ലാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ ആടിനെ പോലെ അവൻ മൗനം പാലിച്ചു. അവൻ താഴ്മ നിമിത്തം അവൻ്റെ വാ തുറന്നില്ല. കർത്താവെ, അവൻ്റെ മൗനം ദേശത്തിൻ്റെ അധിപതിയെ നടുക്കിക്കളഞ്ഞു. കർത്താവെ, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നോ തുപ്പലിൽ നിന്നോ അവൻ മുഖം തിരിച്ചില്ല. അവൻ അവൻ്റെ മുഖം ശിലാതുല്യമാക്കി. യേശുവിനെ പോലെ സഹിക്കാൻ, യേശുവിനെ പോലെ മൗനം പാലിക്കാൻ, യേശുവിനെ പോലെ കർത്താവെ സഹനങ്ങളിൽ കർത്താവിൻ്റെ മനസ്സോടെ അതിനെ ഏറ്റെടുക്കാൻ, പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് അതിനെ സ്വീകരിക്കാൻ, കുരിശ് ക്ഷമയോടെ സഹിക്കാൻ, അവമാനം വകവെക്കാതിരിക്കാൻ കർത്താവെ ഈ സമയത്ത് ഞങ്ങൾക്ക് കൃപ തരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ സഹനങ്ങളെയും ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് വെച്ചുകൊണ്ട് ഈ സമയത്ത് സഹിക്കാൻ, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ സഹനത്തെ ഏറ്റെടുക്കാൻ ഒരു കൃപ കിട്ടാൻ ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 സോയേ 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 സോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ നിത്യതയോ നിത്യം മതി യേശുവേ, 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 ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ. യേശുവേ, കർത്താവേ, ഈ സമയത്ത് എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, രോഗികളായ മക്കളെ അവിടുത്തെ സന്നിധിയിൽ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തകർന്ന മക്കളെല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, അപമാന ഭാരങ്ങളിൽ കഴിയുന്ന മക്കളെല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളിൽ രോഗികളായി കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. മഹാമാരികളിൽ അകപ്പെട്ടു പോയ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, സാമ്പത്തിക ബാധ്യതകൾ അനുഭവിക്കുന്നവരെ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ, കടക്കണിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാം ഈ സമയത്ത് സമർപ്പിക്കുന്നു. കർത്താവെ, ആരും മനസ്സിലാക്കാനില്ലാത്തതിൻ്റെ വേദന, മനോഭാരങ്ങൾ അനുഭവിക്കുന്ന മക്കളെ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ കരുണ കൊണ്ട് എല്ലാ മക്കളെയും പൊതിയണമേ. ഈ സമയത്ത് ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈ ആലയത്തിൻ്റെ 4 ദിക്കുകളിലേക്കും, കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക്, ദേശദേശാന്തരങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തേക്ക്, കർത്താവെ, ലോകരാജ്യങ്ങളിലേക്ക്, എല്ലാ ദേശത്തിൻ്റെ 4 ഭാഗങ്ങളിലേക്ക്, എല്ലാ ദിക്കുകളിലേക്ക് ഈശോയെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ഈ സമയത്ത് ഒഴുകട്ടെ എന്ന് കർത്താവെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഈ സമയത്ത് അവിടുത്തെ അനന്തമായ കരുണ ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തെറ്റായ ബോധ്യങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹനശീലം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ജീവിതത്തിന്റെ വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങളുടെ മേലും ഈശോയുടെ കരുണ ഒഴുകി ഇറങ്ങി. കർത്താവേ, ബന്ധനങ്ങൾ അഴിയട്ടെ, ഭാരങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, തകർച്ചകൾ മാറട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, ദൈവസ്നേഹം നിറയട്ടെ, പരിശുദ്ധി നിറയട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ, സ്നേഹം വർദ്ധിക്കട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, ആത്മഹത്യാ ചിന്തകൾ മാറിപ്പോകട്ടെ, അമിത ദുഃഖം മാറിപ്പോകട്ടെ, നിരാശ മാറിപ്പോകട്ടെ. കർത്താവിന്റെ പക്ഷത്തുള്ളതിനാൽ ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എൻ്റെ കർത്താവിൻ്റെ വലതു ഭാഗത്തുണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കർത്താവേ, സഹിക്കാൻ, സഹനങ്ങളിൽ അടിപതറാതിരിക്കാൻ, സഹനങ്ങളിൽ മനോധൈര്യം അസ്തമിച്ചു പോകാതിരിക്കാൻ, പരിഭ്രമിച്ചു പോകാതിരിക്കാൻ, കർത്താവേ, വേദനിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഈ സമയത്ത് അവിടുത്തെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതങ്ങളിൽ പ്രകാശമുണ്ടാകട്ടെ, ജീവിതങ്ങളിലെ അന്ധകാരം മാറട്ടെ, ജീവിതത്തിൽ വലിയ പ്രകാശം, വിശ്വാസത്തിന്റെ ശക്തി ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ, അന്ധകാരങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ, തിരുസഭയുടെ മേൽ നവമായൊരു ചൈതന്യം വ്യാപരിക്കട്ടെ, വചനത്തിൽ ജീവിതങ്ങൾ ആഴപ്പെടട്ടെ, തിന്മയുടെ അന്ധകാരങ്ങൾ മാറിപ്പോകട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, ഓരോ കുടുംബത്തെയും സമയത്ത് സമർപ്പിച്ച്, എല്ലാ വേദനകളും സമർപ്പിച്ച്, കർത്താവിന്റെ ആശീർവാദം ആഗ്രഹിച്ച് ശക്തമായിട്ട് നന്നായിട്ട് കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിച്ച്. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെട്ട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തി ചെങ്കടൽ പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായും നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.
ലോകത്തിൻ്റെ 4 ഭാഗങ്ങളിലും എല്ലാ മക്കളെയും കർത്താവ് ഈ സമയത്ത് അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടീ